നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. കേരള വിഷൻ നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നക്ഷത്ര രാശികളുടെ കുറുബലം ഈ ആഴ്ച എങ്ങനെയെന്ന് നോക്കാം. ഈ ആഴ്ച എല്ലാ കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പൊതുവെ പലതരത്തിലുള്ള സന്തോഷങ്ങളും പലതരത്തിലുള്ള സങ്കടങ്ങളും മിക്സ് ചെയ്താണ് പറയേണ്ടത്. കാരണം ഈ ആഴ്ച ഒരു ആഘോഷങ്ങളുടെ കാലമാണ്. എല്ലാ നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് നോക്കാം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക പാദം ചേർന്നാണ് മേടക്കൂറ്. ഈ ആഴ്ച മേടരാശിക്കാർക്ക് ഗുണദോഷമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ വന്നുപെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് പറയേണ്ടത്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഒരുതരം അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ്. അവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്ത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിലേക്ക് സന്തോഷകരമായിട്ട് പോകാനും സാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ആരോഗ്യപരമായ കുറച്ച് പ്രശ്നമാണ്. പ്രായമായവർക്ക് ആരോഗ്യം മോശമാവുകയും അതുമൂലം സാമ്പത്തിക ക്ലേശവും മനക്ലേശവും ഉണ്ടാകുന്നതാണ്. കുട്ടികളുമായി വഴക്കുണ്ടാക്കുകയും അവർ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. മേടരാശിക്കാർ ഈ ആഴ്ച വളരെയധികം ഏർപ്പെടുന്ന എല്ലാ കർമ്മങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലിപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ വരിക, ചെയ്യുന്ന ജോലി കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാതെ വരിക, അതിൽ മേലുദ്യോഗസ്ഥനുമായി അല്ലെങ്കിൽ തൻ്റെ മുതലാളിയുമായി വഴക്കുണ്ടാക്കുക, അവൻ ജോലി നഷ്ടം പറയുക ഉണ്ടാവുന്നതാണ്. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ അന്തരീക്ഷം മെച്ചപ്പെടുന്നതാണ്. കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധവും അതുപോലെ ബന്ധുമിത്രാദികളോടുള്ള സംഗമവും സംഭവിക്കുന്നതാണ്. പരിഹാരമായി നമുക്ക് ഭദ്രകാളി ഭജനം നടത്തുക എന്നാണ് പറയേണ്ടത്. ഈശ്വര യഥാശക്തി പ്രാർത്ഥനകൾ നടത്തി മനസ്സിനും ശാന്തി വരുത്തേണ്ടതാണ്. ഇടവക്കൂറ്. കാർത്തിക മുക്കാലും രോഹിണി മകീരം അരപ്പാദവും ചേർന്ന നക്ഷത്രങ്ങളാണ് ഇടവക്കൂറ്. ഇടവക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യാവസരങ്ങൾ ഉണ്ടാവുന്നതാണ്. പലതരത്തിലുള്ള അവസരങ്ങൾ വരിക, പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കുക, ഉള്ള ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, ലാഭകരമായ കച്ചവടങ്ങൾ നടക്കുക, അങ്ങനെയുള്ള ഒരാഴ്ചയാണ് ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ആശുപത്രിവാസം ഉണ്ടാവുകയാണ്. പക്ഷേ കുട്ടികളായിട്ടുള്ള നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാലമാണ് ഈ ആഴ്ച. എല്ലാ തടസ്സങ്ങളും മാറി ആഴ്ച അവസാനത്തോടെ കുറച്ച് സന്തോഷങ്ങളും അതേപോലെ തന്നെ സമാധാനവും ഉണ്ടാകുന്നതാണ്. ആഴ്ച തുടക്കത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആഴ്ച അവസാനത്തോടെ അത് മാറി നമുക്കൊരു പുതിയ ഒരു ജീവിതശൈലി തുടങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മൾ എല്ലാ നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും
മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിക്കുന്നതാണ്. മിഥുനക്കൂറ്. മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷങ്ങൾ ഉണ്ടെങ്കിലും നമുക്കതിനെയൊക്കെ മറികടന്ന് പോകുന്നതാണ്. ഇവിടെ ഈ ആഴ്ച അവർക്ക് നേരിടുന്ന പ്രധാന ഇത് അപമാനമാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാവുക, ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുക എന്ന് പറയുന്ന ഒരിതാണ്. അപ്പോൾ അതിനെയൊക്കെ വളരെയധികം മനസ്സിന് ധൈര്യത്തോടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ജോലിക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ബിസിനസ്സുകാർക്ക് പൊതുവേ കഷ്ടനഷ്ടത്തിൻ്റെ ആഴ്ചയാണ്. അതായത് ചെയ്യുന്ന ബിസിനസ്സുകൾ അല്ലെങ്കിൽ കച്ചവടങ്ങൾക്ക് യഥാശക്തി പണം ലഭിക്കാതെ വരികയും അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാനഹാനി ഉണ്ടാവുകയും ഉണ്ടാകുന്നതാണ്. കുടുംബപരമായി നമുക്ക് സമ്മിശ്രമായ ഇതുണ്ടാവും. പങ്കാളിയുമായി വഴക്കുണ്ടാവുകയും അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെയും കുട്ടികൾക്ക് നല്ല കാലമാണ്. അവരുടെ വിദ്യാഭ്യാസമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും രോഗം ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അസുഖം മാറി അവർ നല്ല ഒരു ഉന്മേഷവാനായി മാറുന്ന ഒരു കാലമാണ് മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുള്ളത്, പണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. കൊടുത്താൽ പണം ചിലപ്പോൾ തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ മേഖലയിൽ ഇടപെടുന്നവർ സൂക്ഷിക്കുക. കർക്കിടകക്കൂറ്. പുണർതം, കാലും, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല കാലമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. മെയിനായിട്ട് സഞ്ചാരമാണ് പറയുന്നത്. യാത്രകളിലൂടെ ഉണ്ടാകാവുന്ന ആനന്ദം ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അലച്ചിൽ അല്ലെങ്കിൽ വലച്ചിൽ ഉണ്ടാകുന്നതാണ്. പലതരത്തിലുള്ള സങ്കടങ്ങൾ വരികയും ടെൻഷനുകൾ ഉണ്ടാവുകയും ചെയ്ത ജോലി പ്രോപ്പറായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാതെ വരികയും അതുമൂലം ഉണ്ടാകാവുന്ന മാനസിക അസ്വസ്ഥങ്ങൾ വരുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ആഴ്ച അവസാനത്തോടെ കൂടിയിട്ട് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ബന്ധുമിത്രാദികളുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. വഴക്കിട്ട് നിന്ന അല്ലെങ്കിൽ അകന്നു നിന്ന പല ആൾക്കാരും അടുത്തു വരികയും അവരുമായി നമുക്കൊരു നല്ല ബന്ധമുണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. അതുപോലെ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വിവാഹം ഉണ്ടാവുകയും ദാമ്പത്യ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവുകയും ദാമ്പത്യപരമായി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കുട്ടികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്ക് പുതിയ ആൾക്കാർ വീട്ടിലേക്ക് വരിക, അങ്ങനെയുള്ള ഇത് സംഭവിക്കുന്നതാണ്. ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള ജനറൽ ഹെൽത്ത് സൂക്ഷിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് നമ്മൾ ദേവീവചനം നടത്തുക. തൊട്ടടുത്തുള്ള നമ്മുടെ വാസസ്ഥലത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ കാലം നല്ലതാണ്. പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലം എന്നും പറയാം. കൂടെയുള്ള ആൾക്കാരെല്ലാം അകംവഴിഞ്ഞ് സഹകരിക്കുകയും അവരുടെ കൂടെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും ജോലി സ്ഥലത്തായാലും ബിസിനസ്സിൻ്റെ അസോസിയേഷനുകളായാലും വളരെയധികം നേട്ടങ്ങൾ വരുന്ന ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും ഉണ്ടാവും. ഇവിടെയും സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്. സഞ്ചാരം കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും, ആനന്ദം കിട്ടുകയും അതോടൊപ്പം തന്നെ പുതിയ പുതിയ അവസരങ്ങൾ വരികയും ചെയ്യുന്ന കാലമാണ്. കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ പേരൻസുമായി, അത് അച്ഛനമ്മമാരുമായി മക്കളുടെ റിലേഷൻഷിപ്പ് നല്ലതാവണമെന്നില്ല. അവർ തമ്മിലുള്ള അവരുടെ വഴക്കുണ്ടാവുകയും അതുമൂലമുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അത് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്.
ഫൈനാൻഷ്യലി ആയിട്ട് എല്ലാവർക്കും ഉയർച്ചതാഴ്ചകളായിരിക്കും ഉണ്ടാവുക. സാമ്പത്തികപരമായി പ്രശ്നങ്ങളെന്ന് പറയില്ല, പക്ഷേ അത് മാനേജ് ചെയ്ത് പോകേണ്ടതാണ്. ആരോഗ്യപരമായി മോശമല്ല ഒരു പീരീഡല്ല. നല്ല രീതിയിലുള്ള ഒരു മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് കിട്ടുന്നതാണ്. കുട്ടികളായിട്ടുള്ള ആൾക്കാർക്കും വളരെയധികം നല്ലതാണ്. വിദ്യാഭ്യാസപരമായും പിന്നെ അതേപോലെ ജോലി തേടുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെ നൂറ്റാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ധനപരമായി കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ധനനാശം പറയുന്നുണ്ട്. കന്നിക്കൂറ് ഉത്രം മുക്കാലും അത്തവും ചിത്തിര അരപ്പാദവും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ കോട്ടവും വരും. സ്പെഷ്യലായി ബിസിനസ്സുകാർ സൂക്ഷിക്കുക. അവരുടെ ധനം ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. ബിസിനസ്സിൽ മുടക്കിയ പൈസ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ദാനധർമാദികൾ നടത്തുമ്പോഴും സൂക്ഷിക്കുക. അതും ദാനത്തിലായി പോകാൻ സാധ്യതയുണ്ട്. അതുമൂലം പഴി കേൾക്കേണ്ടി വരുന്ന ഒരു കാലവും ആണ്. ജോലിക്കാർക്ക് ഈ ആഴ്ച സുഖകരമാണ്. അവർക്ക് അവരുടേതായ ഒരു നല്ല ഒരു ആനന്ദമുണ്ടാകാവുന്ന കാലമാണ്. ആഴ്ച ആനന്ദത്തിലൂടെ പോവുകയും അവർക്ക് മാനസിക ഉല്ലാസം കിട്ടുകയും ചെയ്യുന്നതാണ്. കുട്ടികൾക്കും അതുതന്നെയാണ്. ഇവിടെ മുതിർന്ന ആൾക്കാർക്ക് ആരോഗ്യപരമായി കുറച്ച് ഉയർച്ച താഴ്ചകൾ പറയുന്നുണ്ട്. അത് അവർ ശ്രദ്ധിച്ച് പോകണം. അതോടൊപ്പം തന്നെ അത്തം നക്ഷത്രക്കാർക്ക് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുടുംബാംഗങ്ങളുടെ വിയോഗം അല്ലെങ്കിൽ അപകടം ഉണ്ടാവുക പറയുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. പിന്നെ അതിന് മനസ്സിനാന്തി നേടാനും അതിനെ തരണം ചെയ്യാനുമുള്ള ഈശ്വര പ്രാർത്ഥനകൾ യഥാശക്തി നടത്തുക. തുലാക്കൂറ് ചിത്തിര അരക്കാലും ചോതി വിശാഖ മുക്കാൽക്കാലും ചേർന്നതാണ് തുലാക്കൂറ്. തുലാൻ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമല്ല. പലതരത്തിലുള്ള ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും. ധനപരമായും മാനസികപരമായും മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയേണ്ടത്. അത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വരികയും അത് നമുക്ക് മുന്നോട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വരുന്ന ഒരു കാലമാണ് തുലാം കുറുകാർക്ക് ഈ ആഴ്ച. പക്ഷേ ആഴ്ചയുടെ തുടക്കത്തിൽ നല്ലതാണെങ്കിലും ഒടുക്കം കുറച്ച് മോശമായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചു പോവുക. പൊതുവെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ കാലം നല്ലതാണ്. പലതരത്തിലുള്ള പുതിയ മേഖലകൾ തേടിപ്പോകാനും അതിൽ പുതിയ കോഴ്സുകൾ എടുക്കാനും അല്ലെങ്കിൽ സ്ഥാനചലനം, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ കിട്ടുകയോ ഉണ്ടാവുന്നതാണ്. ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദവും അനിഴം തൃക്കേട്ട നക്ഷത്രവും ചേർന്നാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്ക് ഈ കാലം കുറച്ച് നല്ല കാലമാണ്. ഈ ആഴ്ച വളരെ നല്ലതാണ്. ആത്മവിശ്വാസവും താൻ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ നല്ല കാലം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി ആയാലും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ മാറി നമുക്ക് നല്ല ഒരു കാലത്തിലേക്ക് എത്തുകയും നമുക്ക് ആനന്ദിപ്പിക്കാനും അല്ലെങ്കിൽ ഇപ്പം സിനിമാ മേഖലകളിൽ അല്ലെങ്കിൽ കലാപരമായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉന്നതി ഉണ്ടാവാനുള്ള ഒരു കാലമാണ്. പുതിയ അവസരങ്ങൾ വരികയും അതിലൂടെ തൻ്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരിതാണ്. അതേപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാനും നല്ലൊരു ജീവിതം
പഴയ കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വരാൻ സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള നല്ല ഗുണങ്ങൾ കിട്ടുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിലായാലും ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വിവാഹം നടക്കാനുള്ള കാലമാണ്. പങ്കാളിയുമായി നല്ല ബന്ധമുണ്ടാവുന്നതാണ്. വീടിനകത്തൊരു നല്ല അന്തരീക്ഷം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ആരോഗ്യപരമായി മുതിർന്ന ആൾക്കാർ ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് ആരോഗ്യം പ്രതികൂലമാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. യഥാശക്തി ദേവീ ഭജനം നടത്തി മനസ്സിന് ശരീരത്തിനും സുഖമുണ്ടാക്കേണ്ടതാണ്. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടം, കാല് നക്ഷത്രം ചേർന്നാണ് ധനുക്കൂർ. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് നല്ലതാണ്. പൊതുവേ അവർ കുറച്ച് സ്ട്രോങ് ആണ്. നല്ല ഔദ്യോഗികമായ കാര്യങ്ങളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അവർക്ക് മുന്നോട്ട് ജോലിപരമായി പ്രൊമോഷൻസ് കിട്ടാനും അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടാനും സാമ്പത്തികപരമായി മെച്ചമുണ്ടാകാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഉന്നതി വരുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും തന്നെയും കുടുംബാംഗങ്ങളുടെ അവസ്ഥയിൽ വഴക്കുണ്ടാവുകയും അത് ബന്ധത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ശത്രുവായി തീരുന്ന അവസ്ഥ, ബന്ധുമിത്രാദികളുമായി നമ്മൾ കലഹമുണ്ടാക്കുകയും അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുമുള്ള ഒരു ആഴ്ച കൂടിയാണ്. അതുകൊണ്ട് ആ രീതിയിലും ഈ ധനുരാശിക്കാർ സൂക്ഷിക്കേണ്ടതാണ്. മൂലം നക്ഷത്രക്കാർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്ക് കർമ്മം ചെയ്യാനുള്ള യോഗമുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ദേഹവിയോഗം ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ മറികടക്കാൻ നല്ല രീതിയിലുള്ള ഈശ്വരഭജനം നടത്തി മനസ്സിന് ശാന്തി ഉണ്ടാക്കേണ്ടതാണ്. മകരക്കൂറ് മകരം രാശി ഉത്രാടം മുക്കാലും തിരുവോണവും അവിട്ടം അരക്കാലും ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നഷ്ടത്തിലെത്തുന്നതാണ്. ഉദാഹരണമായി ബിസിനസ്സുകാർക്ക് നല്ല ബിസിനസ് കിട്ടുകയും അതിൽ നിന്നൊരു സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ആ സമ്പത്ത് ശ്രദ്ധക്കുറവ് കൊണ്ട് ചെലവാക്കുകയും ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ ധനനഷ്ടം ഉണ്ടാവുകയും അതിൽ നിന്നും കുറേ പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഉത്രാടം നക്ഷത്രക്കാർ സൂക്ഷിക്കുക. ഉത്രാടം മുക്കാൽ പാതിലുള്ളതും തിരുവോണം നക്ഷത്രക്കാരും കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർ മാത്രം. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല കാലമാണ്. പുതിയ ജോലിയിലേക്ക് പോകാനും ഉള്ള ജോലിയിൽ നിന്ന് നല്ല ഒരു സുഖം കിട്ടാനും നമുക്ക് സാധിക്കുന്നതാണ്. കുട്ടികൾക്കായാലും പഠിത്തം എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ മെച്ചപ്പെടാനും അവർക്കൊരു നല്ല കാലമുണ്ടാകാനും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാനും പങ്കെടുക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ നല്ലൊരു റിസൾട്ടും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കുടുംബ അന്തരീക്ഷത്തിലും മോശമല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഭാര്യ ഭർത്തൃ ബന്ധം നന്നാവുകയും മറ്റും സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവിടെയും ആരോഗ്യപരമായി മുതിർന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ആ അസുഖങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ രോഗശാന്തിക്കായിട്ട് ധന്വന്തരി ജപം നടത്തേണ്ടതാണ്. അതേപോലെ തന്നെ സാമ്പത്തികപരമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. തുടക്കത്തിൽ ലാഭമുണ്ടായാലും അത് നഷ്ടത്തിലെത്തുന്ന ഒരു സ്ഥ ഉണ്ടാകാം. പിന്നെ ശാരീരിക പ്രശ്നങ്ങൾ സൂക്ഷിക്കുക. കുംഭക്കൂറ് അവിട്ടം അരക്കാലും ചതയം പൂരിട്ടാതി മുക്കാക്കാലം ചേർന്ന നക്ഷത്രമാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല കാലമാണ്. അതായത് ഗുണദോഷങ്ങൾ കുറവുള്ള ഒരു ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ എടുക്കുന്ന റിസൾട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ദോഷങ്ങൾ കുറവാണ്. പലതരത്തിലുള്ള കച്ചവടക്കാർക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകൾ കിട്ടുകയും അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ആ നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉയരണമെന്നില്ല. വിദ്യാർത്ഥികൾക്കായാലും
പരീക്ഷകൾ പാസ്സാവാനും നല്ല മാർക്ക് കിട്ടാനും സാധ്യത. പക്ഷേ അപ്പോഴും അവർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ എന്നാലും എല്ലാ തരത്തിലും പൊതുവെ ഒരു അനുകൂലമായ സാഹചര്യമാണ് കിട്ടുക. വിദ്യാർത്ഥികൾക്കായാലും ജോലി തേടുന്ന ആൾക്കാർക്കായാലും കുടുംബജീവിതത്തിലായാലും വിവാഹം നോക്കണ ആൾക്കാർക്കായാലും എല്ലാത്തിലും. രോഗത്തിലുള്ള ആൾക്കാർക്ക് കുറേ കാലങ്ങളായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗത്തിന് ശാന്തി ലഭിക്കുന്ന ഒരു കാലം കൂടിയാണിത്. പലതരത്തിലുള്ള രോഗപീഠകളിൽ പെട്ട് വളഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം രോഗമുക്തി ഉണ്ടാവുകയും അവർക്ക് സന്തോഷം കിട്ടുകയും ചെയ്യുന്ന ഒരു കാലമാണ്. പക്ഷേ എങ്കിലും സാമ്പത്തിക കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട് അവിടെ. പലതരത്തിലുള്ള മെച്ചങ്ങൾ ഉണ്ടാവുമെങ്കിലും അതേപോലെ തന്നെ സങ്കടങ്ങളും വരുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. നമുക്കുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറാനും അല്ലെങ്കിൽ മനസ്സിന് ശാന്തി ലഭിക്കാനുമായി യഥാശക്തി ഈശ്വര ഭജനം നടത്തുക. മീനക്കൂറ് പൂരിട്ടാതി മുക്കാലും ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേർന്ന രാശിയാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. അതായത് ഗുണങ്ങളുണ്ടെങ്കിലും ദോഷവും കൂടെ വരും. പ്രത്യേകിച്ച് സാമ്പത്തികപരമായി പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മറ്റു കാര്യങ്ങൾ. ജോലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കച്ചവടം ചെയ്താലും സാമ്പത്തികമായി ഉള്ള ഒരു ഉന്നതി ലഭിക്കണമെന്നില്ല. പലതരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ വരിക. നമുക്കിപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുക, വാഹനം ഉണ്ടെങ്കിലും വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുക, വീടുണ്ടെങ്കിലും ഒരു സുഖം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ആണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ യഥാർത്ഥ ശക്തിയുള്ള മനസ്സിൻ്റെ ശാന്തിയിലൂടെയും ഈശ്വരവചനത്തിലൂടെയും ഈ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്നും കരകയറി നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, കുടുംബാന്തരീക്ഷത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സമ്പത്തിനെ ചൊല്ലിയും അല്ലെങ്കിൽ സ്വത്തുക്കളെ ചൊല്ലിയും കുടുംബത്തിനകത്ത് തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കം മൂലം ബന്ധം വഷളാവുകയും അത് നിയമപ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നാൽ തർക്കം കൂടുകയും ആ തർക്കം കാരണം കേസ് അല്ലെങ്കിൽ ലീഗൽ നിയമപരമായി പോകേണ്ടി വരുന്ന ഒരവസ്ഥയും നിയമപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും വരാം. പിന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാതിരിക്കുക. ഈ മീനരാശിക്കാർ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ആലോചിച്ച് വളരെ സമയമെടുത്തൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. പൊതുവെ നമുക്ക് നക്ഷത്രഫലം കൊണ്ട് എല്ലാ നാളുകാർക്കും ഈ ആഴ്ച സന്തോഷവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ കുറച്ച് കഷ്ടനഷ്ടങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയിലൂടെയും മനഃശാന്തിയിലൂടെയും നമുക്ക് ജപിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പം നല്ല സമയത്തിന് ഈ ആഴ്ചയിലെ പങ്ക്തി ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ നക്ഷത്രഫലവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.